ജസ്റ്റ് മിസ്സിനാണ് പാസ്സായത്. എനിക്കെങ്കിൽ ഞാൻ ACC അന്ന് തന്നെ നിർത്തിയേനെ. എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ആകെ എൻ്റെ കിളി പോയി. കാരണം ബുക്ക് ഫുള്ള് പഠിച്ചു, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ പേര് എന്നോട് ചോദിച്ചു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലായിട്ടും ഞാൻ എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എൻ്റെ നോളജിലുള്ള പേപ്പേഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കി എന്നുള്ള കാര്യം. സോ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് മാത്രമല്ല, ACCയെ പുതിയതായി പഠിക്കാൻ വരുന്ന എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ഞാൻ ആക്ച്വലി ACCയിൽ ഫസ്റ്റ് പേപ്പറായിട്ട് എടുത്തത് F3 ആയിരുന്നു. ഞാൻ എടുത്തതല്ല, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാനത് ജസ്റ്റ് മിസ്സിനാണ് പാസ്സായത്. എനിക്ക് 54 മാർക്കായിരുന്നു. അന്ന് അതൊക്കെ ഞാൻ ഫെയിലായിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ACC അന്ന് തന്നെ നിർത്തിയേനെ. കാരണം ഞാൻ അത്രയും പ്രിപ്പയർ ചെയ്ത് പോകുകയെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബുക്ക് ഫുള്ള് പഠിക്കലാണല്ലോ. സോ ബുക്ക് ഫുള്ള് ഞാൻ പഠിച്ചു. സാറ് തന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു. ഒരു മോക്ക് എക്സാമോ അല്ലെങ്കിൽ കപ്ലാൻ കിറ്റോ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് പോയിട്ട് പരീക്ഷ എഴുതി. എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. എൻ്റെ സാറും അങ്ങനെ അതിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുമ്പോഴല്ല നമ്മളത് നോക്കുകയുള്ളൂ. സോ അങ്ങനെ പറഞ്ഞു തന്നതുമില്ല, എനിക്കൊട്ട് അറിയുമില്ല. ഞാൻ നേരെ പോയിട്ട് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ആകെ എൻ്റെ കിളി പോയി. കാരണം ഞാൻ പഠിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അല്ല, എനിക്കിത് എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടി. അങ്ങനെ ഞാൻ 54 52 അങ്ങനെ എന്തോ ഒരു മാർക്കിലാണ് ഞാൻ എൻ്റെ F3 പേപ്പർ പാസ്സാകുന്നത്. ആ പേപ്പർ കഴിഞ്ഞതോടുകൂടിയാണ് ഞാൻ ബാക്കി എങ്ങനെ പേപ്പർ പഠിക്കണം എന്ന് പ്ലാൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത്. അത് പിന്നെ എനിക്ക് അത്യാവശ്യം 60ൻ്റെ മുകളിൽ എല്ലാ പേപ്പറിനും കിട്ടിയിട്ടുണ്ട്. 60, 69, 68 ആ റേഞ്ചിലൊക്കെ എനിക്ക് എല്ലാ പേപ്പറിലും ബാക്കി എക്സാമും കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ യൂസ് ചെയ്ത ടിപ്സും അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു 52 അല്ലെങ്കിൽ 54 റേഞ്ചിൽ നിന്ന് 69ലേക്ക് എത്തിയത്, 68ലേക്ക് എത്തിയത് എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ വീഡിയോ അവസാനം വരെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. ഞാൻ പഠിച്ചു, ബുക്ക് ഫുള്ള് പഠിച്ചു, പക്ഷെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ല, ഒക്കെ റോങ് ആൻസർ വരികയാണെന്ന് പറഞ്ഞിട്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, അല്ലാതെ നിങ്ങൾക്കായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നതല്ല. നമ്മൾ ബുക്ക് പഠിച്ചു എന്നതുകൊണ്ട് നമുക്ക് ACCയിൽ ആൻസേഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എക്സംഷൻ എടുക്കുമ്പോൾ അവിടെ പഠിപ്പിക്കും, ബുക്ക് ഫുള്ള് പഠിപ്പിക്കും, എക്സാം ഇല്ലാന്നേ ഉള്ളൂ എന്നൊരു രീതിയിൽ പറയുമ്പോൾ നമ്മളതിനെ എതിർക്കുന്നത്. കാരണം ബുക്ക് പഠിക്കാൻ ആരും കൊണ്ടും പറ്റും. അതൊന്ന് വായിച്ചു ഒന്ന് സംഭവം മനസ്സിലാക്കിയാൽ നമ്മൾ ബുക്ക് പഠിച്ചു. പക്ഷെ ആ പഠിച്ചത് കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയേ വേണ്ട. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പോരെ തന്നെ ആദ്യത്തെ 4 പേപ്പർ ഓൺ ഡിമാൻഡ് ആണല്ലോ. നിങ്ങളെ ആരും ഫോഴ്സ് ചെയ്തുകൊണ്ടേ പരീക്ഷ എഴുതിപ്പിക്കില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കപ്ലാൻ കിറ്റോ BPPയോ ഏതാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കിറ്റ് എടുക്കുക, റിവിഷൻ കിറ്റ് എടുക്കുക. എന്നിട്ട് അതിൽ ഒരു 10 ചോദ്യങ്ങൾ എടുക്കുക നിങ്ങൾ. ഓക്കെ, ഒരു സെക്ഷനത്തെ 10 ചോദ്യങ്ങൾ എടുക്കുക. എന്നിട്ട് ആ 10 ചോദ്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണം ആയിരിക്കും കറക്റ്റ് ഉത്തരം കിട്ടുക, ബാക്കി 8 എണ്ണം തെറ്റായിരിക്കും. അതതിൻ്റെ ഒരു രീതിയാണ്. ഓക്കെ, അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. എല്ലാവർക്കും അങ്ങനെയാണ്. സോ അങ്ങനെ 2 ഉത്തരം കറക്റ്റായി കിട്ടുമ്പോൾ അതിൽ ബാക്കി 8 ഉത്തരങ്ങളുണ്ട്. ആ 8 ഉത്തരം നിങ്ങൾ ബുക്കിൻ്റെ ബാക്കിൽ നോക്കിയിട്ട് അത് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബുക്കിലില്ലാത്ത, അതായത് നമ്മുടെ നോട്ട്ബുക്കിലും കാര്യങ്ങളിലും ഇല്ലാത്ത കുറേ അറിവ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഈ ബുക്കിൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ, അതായത് റിവിഷൻ കിറ്റിൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ. സോ നമ്മൾ അങ്ങനെ നോക്കുക, ആ ക്വസ്റ്റ്യൻസ് പഠിക്കുക, അതിൻ്റെ ആൻസേഴ്സ് പഠിക്കുക. അത് പഠിച്ചിട്ട് അതേ സെക്ഷനിൽ നിന്ന് അടുത്ത 10 ചോദ്യങ്ങൾ എടുക്കുക. ആ 10 ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 5 6 മാർക്ക് കിട്ടും. 5 6 മാർക്ക് എന്ന് പറഞ്ഞത് 5 6 ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടും. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. കാരണം അത് അങ്ങനെയാണ് അതിലൊരു പാറ്റേൺ പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ 2 മാർക്കായിരിക്കും കിട്ടുക. പക്ഷെ അതിൻ്റെ ആ ക്വസ്റ്റ്യൻ ആൻസറും കൂടി ബാക്ക് നോക്കി പഠിക്കുമ്പോൾ നമുക്ക് അത്രയും കൂടി നോളേജ്, ഇൻഡെപ്റ്റ് നോളേജ് ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടും. കാരണം അതൊക്കെ ഒരു സെക്ഷനിലുള്ളതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ACCയിൽ ഓരോ പേപ്പറും അല്ലെങ്കിൽ ഓരോ പേപ്പറിൻ്റെ ഓരോ ചാപ്റ്ററും പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഈ ടീഷർട്ട് എങ്ങനെയുണ്ട്? ഇത് ഞാൻ ഇന്നലെ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. വാൻ ഹ്യൂസൻ്റെ ടീഷർട്ടാണ്. നല്ലതല്ലേ? എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി എങ്ങനെയാണ് ഞാൻ എൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളും ഇതേ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മതി, എന്തായാലും പാസ്സാവും, അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. സോ ആദ്യം തന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുന്ന രീതി മാറ്റണം. അതായത് സാറുമാർ പറയുന്ന അതേപോലെ കോപ്പി അടിച്ച് വെക്കാതെ നിങ്ങളുടേതായ ഭാഷയിൽ, നോട്ട്ബുക്ക് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രം എഴുതുക.
അല്ലാതെ വലിച്ചു വാരി ഇംഗ്ലീഷിൽ ചറ 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 പറയാന്ന് എഴുതിയിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ വായിച്ചു ഇതേ സാധനം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ, പിന്നെ ഒരു നോട്ട്ബുക്കിലേക്ക് അതേ സാധനം ഇങ്ങോട്ട് പകർത്തി എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഒരു നോട്ട്ബുക്കും അതേപോലെ സാറ് പറയുന്ന പോയിൻറ്റ്സ് അങ്ങനെ നോട്ട് ഡൗൺ ചെയ്ത് എഴുതിയിട്ടില്ല. പോയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രം എഴുതും. എന്നിട്ട് അതിൻ്റെ മലയാളത്തിലാണ് അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ എഴുതുന്നത്, മലയാളം ഇംഗ്ലീഷ് കിട്ടും. സോ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കതൊന്ന് വായിച്ച് നോക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഇതിങ്ങനെ ചെയ്താലാണ് ഇതിൻ്റെ ഉത്തരം കിട്ടുക എന്ന് കറക്റ്റായിട്ട് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. പിന്നെ ഞാൻ എല്ലാ പേപ്പറും സ്റ്റഡി ഹബ്ബ് ചെയ്യാൻ തുടങ്ങി. സ്റ്റഡി ഹബ്ബ് ചെയ്യാൻ നല്ല രസമാണ്. കാരണം മറ്റേതുപോലെ നമുക്ക് ആൻസർ തെറ്റാണെങ്കിൽ ബാക്കിൽ നോക്കി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻ കേസ് നമ്മൾ ഒരു ഉത്തരം എഴുതി ആൻസർ തെറ്റാണെങ്കിൽ ആൻസർ അവിടെ തന്നെ വരും, അതിൻ്റെ താഴെ വരും. അങ്ങനെ നമുക്ക് കുറേ ടൈമും സേവ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ എക്സൈറ്റിംഗ് ആയിരിക്കും. കാരണം പെട്ടെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. ഓക്കെ, സോ എല്ലാവരും സ്റ്റഡി ഹബ്ബ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിന് ലാപ്ടോപ്പൊന്നും വേണമെന്നില്ല. നമുക്ക് സ്റ്റഡി ഹബ്ബ് ചെയ്യാനിപ്പോൾ സാധാ ഒരു ടാബോ മൊബൈലൊക്കെ ആയാലും മതി. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്, ഇത് സ്കിൽ ലെവലാണെങ്കിലും നോളജ് ലെവലാണെങ്കിലും ഒക്കെ ഒരേപോലെയാണ്, മോക്ക് എക്സാം. മോക്ക് എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് പലർക്കും അറിയില്ല. നിങ്ങൾ മോക്ക് എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ കറക്റ്റ് ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടും. ഓക്കെ, ആ ഒരു രീതിയിൽ മോക്ക് എക്സാം എങ്ങനെയായിരുന്നോ അതേ ഒരു മോഡലിലായിരിക്കും നമുക്ക് മെയിൻ എക്സാം വരിക. സോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒന്നും കൂടി ഫെമിലിയർ ആവാനും അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പേടിക്കാതിരിക്കാനും നമുക്ക് ഈ മോക്ക് എക്സാം എഴുതുമ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മോക്ക് എക്സാമിൽ നമുക്കൊരു 50-55 ഒക്കെയാണ് മാർക്ക് എന്നുണ്ടെങ്കിൽ ഓടിക്കേറിപ്പോയി നിങ്ങൾ മെയിൻ എക്സാം എഴുതരുത്, തോറ്റു പോകും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 55 അല്ലെങ്കിൽ 54 മോക്ക് എക്സാമിന് കിട്ടിയതെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി പഠിക്കുക. നമ്മൾ പഠിച്ച ടോപ്പിക്സൊക്കെ ഒന്നും കൂടി പഠിക്കുക. എന്തെങ്കിലും പഠിക്കാത്ത കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റഫായിട്ട് പഠിച്ചുകൂടുക. എന്നിട്ട് പോയി എക്സാം എഴുതിയാൽ നിങ്ങൾ പാസ്സാവും. സോ മോക്ക് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അത് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് മിക്കവാറും സ്റ്റുഡൻസൊക്കെ തോക്കുന്നത്. ഇത് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ നോളജ് ലെവലിൽ ഒരുപാട് സ്ട്രെസ് എടുത്ത് ഭയങ്കര ഡീപ്പായിട്ട് ഓരോ കോൺസെപ്റ്റും കുത്തി ഇളക്കി പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നോളജ് ലെവൽ എന്ന് പറയുന്നത് ആ ലെവലിലുള്ള, അതായത് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലായോ, ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിൽ വരുള്ളൂ. കാരണം നോളജ് ലെവലിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സ്കില്ലിൽ ഡീപ്പായിട്ട് പഠിക്കും. സോ സ്കില്ലിൽ ഓൾറെഡി പഠിക്കുന്ന ഒരു കാര്യം നമുക്ക് നോളജ് ലെവലിൽ അത്ര എക്സ്ട്രീമായിട്ട് നമ്മളെ ടെസ്റ്റ് ചെയ്യിക്കില്ല. ഓക്കെ, എന്നാലും പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് സ്കില്ലിലേക്ക് കുറച്ചും കൂടി ഉപയോഗപ്പെടുന്നു മാത്രം. നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അത് എനിക്കൊരു മോട്ടിവേഷൻ ആവും. ഓക്കെ, ഇനി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഇത് നിങ്ങൾ സില്ലി ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇത് വളരെ എന്താ പറയുക, കുട്ടികളൊക്കെ ഒരുപാട് മടിക്കുകയാണ്. ഫാക്കൽറ്റീനോട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ എന്തിനാണ് നിങ്ങൾ മടിക്കുന്നത്? 15,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപ കൊടുത്തിട്ടാണ് നിങ്ങളവിടെ പഠിക്കാൻ പോകുന്നത്. എന്നിട്ടൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പോലും നമുക്ക് മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും കൊടുക്കുന്ന പൈസയോട് കാണിക്കുന്ന എന്താ പറയുക, ഡിസ്റെസ്പെക്റ്റ് അല്ലേ അത്? നിങ്ങളൊരു ക്യാഷ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം നിങ്ങൾക്ക് പിഴിയാൻ പറ്റണം. നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് പഠിക്കുന്നത്. 12,000 15,000 കൊടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസാണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് തരണ്ടേ? അതായത് നിങ്ങൾ എക്സാമിന് റെഡി ആക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ഫാക്കൽറ്റിക്ക് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ല ഡൗട്ടുകൾ മനസ്സിൽ വെച്ച് കുറേ കാലം കഴിയുമ്പോൾ നെറ്റിൽ നോക്കി അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിച്ച് ആ ഡൗട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ എക്സാം എഴുതാൻ പറ്റാതെ പോയ ഇഷ്ടം പോലെ കുട്ടികളെ എനിക്കറിയാം, എൻ്റെ ബാച്ചിലുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ അപ്പോൾ ഫാക്കൽറ്റീനോട് ചോദിക്കുക. ഫാക്കൽറ്റീനോട് ചോദിക്കാൻ നിങ്ങൾക്ക് മടി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സിലും ഒരു ഭുജി ഉണ്ടാവും. ആ ഭുജിനോട് ചോദിച്ചാൽ അവൻ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, സോ ഡൗട്ടുകൾ അപ്പോൾ ക്ലിയർ ചെയ്ത് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമുള്ള ഡൗട്ട്, അങ്ങനെ ഒരു ഡൗട്ട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞുള്ള പഠിപ്പിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഡൗട്ട് അവിടെ നിൽക്കുകയാണ്. സോ നമുക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നോളജ് ലെവലിൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ കാര്യങ്ങളെ ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഈ സീക്വൻസിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എക്സാമിന് പാസ്സാവും. അതല്ല ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണം, അല്ലെങ്കിൽ ഇതിനൊരു പാർട്ട് 2 വേണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്കിൽ ലെവൽ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ നിങ്ങൾക്കൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും വീഡിയോ അവസാനം വരെ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.